ഇത്ര മോഹൻലാൽ വരെ ഫോളോ ചെയ്യാൻ വേണ്ടി എന്ത് ഐറ്റമാണ് ചേട്ടാ? അത് എനിക്ക് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഈ സംഭവം തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മോളിൽ കൂടെ അറിയും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ 1,75,000 അതിലൊരാളാണ് ലാലേട്ടൻ. യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അങ്ങനത്തെ സാധനം ഇല്ലാത്ത കാലത്ത് തിളഞ്ഞ് അഴിച്ച് ഞങ്ങളുടെയൊക്കെ ഹീറോയാ ലാലേട്ടൻ. മനസ്സിലായത്? 10 കിലോ ചേർക്കേണ്ട അടുത്ത് നമ്മൾ 1 കിലോ മൊത്തം ചേർത്തുകൊണ്ട് അതൊരു 4-5 പേർക്ക് കഴിക്കത്തക്ക രീതിയിൽ. അതാണ് ഞാൻ. സിമ്പിളാ. ഇവര് വീട്ടിലേക്ക് കഞ്ഞിയും കറി ഉണ്ടാക്കുക, എന്നിട്ട് അത് വീഡിയോ പിടിച്ച് യൂട്യൂബിലിടും. യൂട്യൂബിൽ വലിയതായിട്ടൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ ഒരു ഫാമിലിക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, അത്തരം ഫുഡുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. സത്യമായിട്ട് അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്ന ഒരു സമയമായിരുന്നു. നമ്മളെപ്പോലെ തന്നെ അറിയാറുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടിയ കാലത്താണ് ഏതായാലും തമ്പുരാന് അറിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരുടെ ഒരു സഹായം കൊണ്ടാണ് കുടുംബത്തിലേക്ക്. മോഹൻലാൽ ഫോളോ ചെയ്യുന്ന ഒരു പാചകക്കാരൻ, അങ്ങനെയാണ് നമുക്ക് ഈ കോട്ടയംകാരനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. ചേട്ടനിക്ക് വാ ചേട്ടാ. ചേട്ടൻ ഭയങ്കര നാണോ, ഭയങ്കര പിന്നെ എന്ത് പറ്റി? ഇതൊക്കെ ജീവിതത്തിൽ ഇപ്പം ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണാനും അല്ല ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് സാധാരണ പാചകത്തിന്റെ എടുക്കും. പക്ഷെ അത് ഞാൻ എൻ്റെ മകനും കൂടെ ഉള്ള ഞാൻ മറ്റേ കറികളോടും എന്താ പറയാ പച്ചക്കറികളോടും ഇറച്ചികളോടും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങളെ പോലുള്ളവരൊക്കെ കാണുന്നത്. തീർച്ചയായിട്ടും അല്ലെ, മോഹൻലാൽ ഫോളോ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് യാദൃശ്ചികമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാണ്. കാരണം പിള്ളേരൊക്കെയാണ് യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ടല്ലോ. ഇതൊന്നും എനിക്ക് എൻ്റെ ഭാര്യയ്ക്കൊന്നും അത്ര വശമുള്ള കാര്യങ്ങളൊന്നും. ഈ വില്ലേജ് സ്പൈസസ് എന്നുള്ള ഈ ഫുഡ് ചാനൽ തുടങ്ങിയ പിന്നെയാണ് ഞാൻ യൂട്യൂബൊക്കെ ശരിക്കും എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ. ഇപ്പോഴും എനിക്കത് അത്ര വലിയ പിടിയൊന്നുമില്ല. പിന്നെ മകനോട് എന്തെങ്കിലും സംശയം പിടിയൊന്നുമില്ല. 800K ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൂ. അത് നമ്മുടെ അത് ശരിക്കും പറഞ്ഞാൽ അത് എന്നെ പോലുള്ള ഒരു സാധാരണപ്പെട്ടവരുടെ സപ്പോർട്ട് എനിക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അല്ല ഈ ഇത്ര മോഹൻലാൽ വരെ ഫോളോ ചെയ്യാൻ വേണ്ടി എന്ത് ഐറ്റമാണ് ചേട്ടാ? അത് എനിക്ക് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾക്കിടയിൽ ഇരിക്കട്ടെ അല്ലേ, ആ രഹസ്യം ഞങ്ങളോട് കൂടി. അല്ല, എന്താ പറയുക, എൻ്റെ ഒരു രീതികളും അതേപോലെ തന്നെ ആ ഒരു ചുറ്റുപാടും ഒക്കെ ഒരു പക്ഷേ ലാലേട്ടൻ അറിഞ്ഞു കാണും. അപ്പം ഇങ്ങനൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അവതരണമൊക്കെ കണ്ടിട്ടായിരിക്കും അദ്ദേഹം എന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടന്റെ പേര് നസീർ എന്നാണ് അല്ലേ? നസീർ. ചേട്ടനും ഭാര്യയും കൂടിയാണ് കുക്കറി ചെയ്യുന്നത്. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മകനും ഒക്കെയാണ്, എൻ്റെ മകളും ഒക്കെയാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഈ സംഭവം തന്നെ എൻ്റെ മകളാണ് അതിൻ്റെ പേജൊക്കെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മോളിൽ കൂടെ അറിയും. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ലോകത്തുണ്ട്. ഇങ്ങനെ സത്യം ഒരു കാര്യമാണ്. എന്നായിരുന്നു എന്നാ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ എടുത്തേ? ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. അപ്പം അതിനകത്തും ആദ്യമേ തുടക്കത്തിൽ വലിയ റീച്ചും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു മൊമെന്റ് നമ്മൾ എന്താ പ്രയത്നിക്കും തോറും വീണ്ടും വീണ്ടും റീച്ച് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവസാനം ലാലേട്ടനിലും അതെത്തി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമായി. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ 1,75,000. അതിലൊരാളാണ് ലാലേട്ടൻ. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാള് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമ്മള് ചുമ്മാ പറയുന്നതല്ല. മോഹൻലാൽ എന്ന് പറയുന്നത് എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു ഒപ്പ്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എന്നൊക്കെ ആഗ്രഹിക്കാത്ത മലയാളികളെന്നല്ല, ഒരു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു ആരാധകനില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ഉള്ളപ്പോഴാണ് അദ്ദേഹം ആകെ 26 പേരെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിൽ സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ട്, അങ്ങനെ പല പ്രഗത്ഭരുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒരു പ്രഗത്ഭനാണ് അത് നമ്മുടെ കോട്ടയം. അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെ പ്രഗത്ഭരൊന്നുമല്ല ഞാൻ പൊക്കി പറയും. അല്ല ലാലേട്ടൻ ഇപ്പം നമ്മളെ ഇങ്ങനെ ഒരു സംഭവത്തിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളൊക്കെ ഇവിടെ വരാനും അല്ലേ. അപ്പോൾ അൺഫോളോ ചെയ്യുന്നൊരു പേടിയുണ്ടോ? ഈ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അങ്ങനത്തെ സാധനമൊന്നും ഇല്ലായിരുന്ന കാലത്ത് തിളഞ്ഞ് അഴിച്ച് ഞങ്ങളുടെയൊക്കെ ഹീറോയാ ലാലേട്ടൻ. മനസ്സിലായത്? അന്നത്തെ ഒരു കാലത്തൊന്നും സിനിമയ്ക്ക് കയറാനായിട്ട് ഇടിക്കൊണ്ട് ടിക്കറ്റ് എടുത്ത് അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ലേ ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കി ഉടനെ എല്ലാം വരും. അന്ന് അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലല്ലോ. ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത്, അതായത് ഇത് കോട്ടയം പായിപ്പാടാണ്, ഇവിടെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് മോഹൻലാൽ ലാലേട്ടൻ്റെ ഒരു ശ്രീകൃഷ്ണപരത്തിൽ എന്ന് പറഞ്ഞ ഒരു ഫേമസ് സിനിമ ഇവിടെ അടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അന്ന് ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കാണാം കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മേളിൽ നമ്മളൊക്കെ താഴെ ഇങ്ങനെ സെക്യൂരിറ്റിയൊക്കെ പിടിച്ച് തോട്ട് ദൂരക്കളയും. അവിടെ ഇങ്ങനെ അന്ന് ആരാധനയോടെ ആ ആരാധന ഇപ്പോഴും മനസ്സിലുണ്ട്. ഏതായാലും തിരിച്ച്
എന്താ പറയാ അദ്ദേഹം വർഷങ്ങൾ ഇത്ര എന്താ പറഞ്ഞ കറങ്ങി തിരിഞ്ഞു വന്നാലും കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ? പായപ്പാട് എത്തിയിട്ടുണ്ട്. വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചില്ല. പക്ഷെ അങ്ങനെ ഒരു നമ്പരൊക്കെ ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? കൊടുത്തിട്ടുണ്ടോ? ഒന്ന് കൊടുത്തു നോക്ക്. ആ ഒരു വിളിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ ഈ പാചകം ചെയ്യുന്ന ഞാനും എന്റെ ഭാര്യ പിന്നെ എന്ത് യൂട്യൂബാ. അല്ല എന്നോട് ചോദിക്കും, നിങ്ങളുടെ വീഡിയോ കാണുന്നത് ചോദിക്കും ഷംന എന്ത് ചോദിക്കും അല്ലേ? ചോദിക്കില്ലേ? ചോദിക്കും. എന്താ ചേച്ചി ആരാണ് ഈ കൂട്ടത്തിൽ കുക്ക് ചെയ്യുന്ന ആള്? മച്ചായ ഞാൻ വിളിക്കുന്നത്. എന്നാന്ന് വെച്ചാ ഇപ്പൊ നമുക്കിങ്ങനെ പറയാൻ ആർക്കും തിരിയത്തില്ല. പക്ഷെ കുക്കിങ് പിന്നെ ഞാനൊരു ഹെൽപ്പായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഓ മറ്റേ ബാലാമണി അച്ഛനൊരു ചെറിയ അസുഖം വന്നായിരുന്നു, കിഡ്നി സ്റ്റോണിന്റെ ഒരു ഓപ്പറേഷൻ വന്നായിരുന്നു. ഓപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോഴത്തേക്കിനും ആൾക്കാർ പറഞ്ഞു എന്നാ ഉമ്മച്ചിനെ കൊണ്ടൊന്ന് ചെയ്യിച്ചു നോക്ക്, അച്ഛൻ ഒരു സൈഡിൽ ഇരുന്നാൽ മതി, ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഈ ചാനലിലോട്ട് എൻ്റർ ആയതാ. ഇനി ഇതുവരെ പോയിട്ടില്ല. രാശിയാ. അല്ല, എല്ലാ പാചകവും ഒരാൾക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരിക്കലും എല്ലാവരും എല്ലാം തികഞ്ഞിട്ടൊന്നുമില്ല. ചില കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് അത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചില പാചകങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടായി ചിലപ്പോൾ പനിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാറി, ചിലപ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും മാറിയെങ്കിൽ അപ്പം ഞാൻ തന്നെ. അപ്പം ഈ ഇന്നത്തെ എപ്പിസോഡ് വരെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പാചകമൊക്കെ ചെയ്യുന്നത്. ഓ അത് ഇനിയും മുന്നോട്ട് തന്നെ പോട്ടെ. എന്താ രണ്ടുപേരിലും ഇപ്പം നിങ്ങൾ പാചകം ചെയ്യുന്ന ഈ പാചകം ചെയ്യുന്ന നിങ്ങൾക്കൊക്കെയുള്ള ക്വാണ്ടിറ്റിയിലാണോ അതോ എങ്ങനെയാ? അല്ല, നമുക്ക് ഒരുപാട് വലിയ ക്വാളിറ്റിയിലുള്ള അതിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ 10-30 വർഷമായിട്ട് പാചകം ചെയ്ത് ഒരുപാട് വലിയ ക്വാളിറ്റിയിലൊക്കെ നമ്മൾ എടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല. ഒരു വലിയ ബൾക്കായിട്ടൊക്കെ എടുത്ത് ചെയ്യേണ്ടായത് ചെറിയ ഫാമിലിക്ക്. ഇപ്പം ഞങ്ങളൊരു ചെറിയ ഫാമിലിക്ക് അതേപോലെയാണല്ലോ ഇപ്പം എല്ലായിടത്തും ചെറിയ ഫാമിലി ആയിട്ട് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുളിശ്ശേരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു തോരൻ വെക്കാനോ ഒരു അവിയൽ വെക്കാനോ ചെറിയ രീതിയിൽ ഒരു കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ആഹാരം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അന്യ വിലയാണ് സാധനത്തിനൊക്കെ. വേസ്റ്റായി പോകാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്യുക. നമ്മളെപ്പോലുള്ളവർക്ക് ഒക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റങ്ങളാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി. ക്വാളിറ്റിയിൽ പക്ഷേ വ്യത്യാസമൊന്നുമില്ല, ക്വാണ്ടിറ്റി ചെറുതായിട്ടാണ്. 10 കിലോ ചേർക്കേണ്ട അടുത്ത് നമ്മൾ 1 കിലോ മൊത്തം ചേർത്തുകൊണ്ട് അതൊരു 4-5 പേർക്ക് കഴിക്കത്തക്ക രീതിയിൽ. അതാണ് ഞാൻ. സിമ്പിളാ. ഇവര് വീട്ടിലേക്ക് കഞ്ഞിയും കറി ഉണ്ടാക്കുക, എന്നിട്ട് അത് വീഡിയോ പിടിച്ച് യൂട്യൂബിലിടും. സത്യം പുറത്തു വന്നു. അതാണ് സത്യം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി പോലെ തന്നെയാ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു, നമ്മൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് അവരെ കാണിക്കുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും. അല്ല, എന്താ പറയാ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില കുട്ടികൾക്ക് ചില കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാരെ മാറി താമസിക്കുന്ന ചില കുട്ടികളുണ്ട്. അവർക്ക് നമുക്കറിയാവുന്ന അവർ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും ചിലപ്പോൾ അറിയത്തില്ല. കാര്യം എന്താ വെച്ചാൽ വലിയ വീട്ടിൽ നിന്നൊക്കെ അമ്മമാർ മാത്രം കാണിക്കുന്ന ആ ഒരു രീതി മാത്രം കഴിച്ച് ശീലിച്ച കുട്ടികളൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊരു ചമ്മന്തി അരയ്ക്കണം, ചെറുതായിട്ടൊരു ചമ്മന്തി അരക്കണം, അല്ല 2-3 പേർക്ക് ചമ്മന്തി അരക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ നമ്മുടെ ചാനൽ നോക്കുമ്പോഴത്തേക്ക് ശരിയാ, ഇന്ന വില്ലേജ് സ്പേസിൻ്റെ അതൊരു ചേട്ടൻ ചെയ്യുന്നുണ്ട്. അത് ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്നെ വിളിച്ച് പലരും പറഞ്ഞതിന് ആ ഒരു അറിവുകൊണ്ടാണ്. അല്ല ചേട്ടാ, ആ കാര്യം കറക്റ്റാണ്. ചേട്ടൻ പറയുന്ന പോലെ പണ്ടൊക്കെയാണ് സ്ത്രീകൾ പാചകം പഠിക്കുക എന്നുള്ളത്. ഇന്ന് ആർക്കും പാചകം പഠിക്കേണ്ട. കാരണം പാചകം പഠിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന്, സ്ത്രീകൾ കുക്കിങ്ങിന് വേണ്ടി മാത്രമുള്ള വസ്തുക്കളല്ല, അവർക്കും ജോലിയുണ്ട്. അപ്പോൾ അവർ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഗൂഗിളിലെല്ലാം കിട്ടുന്ന ഒരു സമയത്ത് വില്ലേജ് കുക്കീസ് വെച്ചിട്ട് 2 നിമിഷം കൊണ്ട് എനിക്ക് ആ ചമ്മന്തി അരയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തിനത് പഠിച്ചത്? രാവിലെ എണീറ്റ് വീണ്ടും ഒരാൾക്ക് ചെയ്തു കൊടുക്കും. അല്ല, ഇപ്പോൾ സ്ത്രീകളായാലും കുട്ടികളൊക്കെ ആണെങ്കിലും പെൺപിള്ളേരൊക്കെ ആണെങ്കിലും അടുക്കളയിൽ ഒതുങ്ങുന്ന ആ സമ്പ്രദായത്തിൽ മാറി. എല്ലാവർക്കും ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നത് തീർച്ചയായും മറ്റേത് അമ്മേനെയൊക്കെ വിളിച്ച് ചോദിക്കണം. ഇത് എപ്പോ വേണേലും കുത്തിയിട്ട് വരച്ചു നോക്കി അവിടെ സ്ക്രീൻ വെച്ചാൽ മതി. സാധനം എന്തൊക്കെയാണെന്ന് നേരത്തെ എഴുതി എടുക്കണേ. യൂട്യൂബിൽ വലിയതായിട്ടൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ ഒരു ഫാമിലിക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, അത്തരം ഫുഡുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സന്തോഷമുണ്ട്. ഇപ്പൊ ഇന്ന് അപ്പം എങ്ങനെയാണ്, ആഴ്ച കണ്ടന്റ് ഇടുവോ, ഡെയിലി കണ്ടന്റ് ഇടുവോ? കഴിവതും ഡെയിലി ഇടാൻ പറ്റും. ഇന്നത്തേക്കുള്ള കണ്ടന്റ് എന്താ വെച്ചാൽ ഇന്ന് നമ്മള് ഒരു പാവയ്ക്ക പുളിശ്ശേരി ഉണ്ടാക്കിയോ? എന്നാ എനിക്കിതാ എന്ത് ബൗളിനകത്ത്
ഇത് പാവയ്ക്ക ബൗളിനകത്തൊന്നും വേണ്ട, വാ ഞാൻ അടുക്കളയിൽ പോയി എടുത്തോളാം. പാത്രത്തിൽ വാ, നമുക്ക് അടുക്കളയിൽ പോയി എടുക്കാം. ഇതാണല്ലോ ഇന്ന് ഉണ്ടാക്കി. ഇവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇതാണ് കുക്കിംഗ് ലാബ്. അല്ല, ഇവിടെ എന്നാന്നറിയോ, അപ്പുറത്തെ ആ കെട്ടിടം പണി കാരണം ഉണ്ടല്ലോ ഭയങ്കര സൗണ്ട് കിട്ടും. സൗണ്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അതുപോലെ മഴ പെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇറച്ചിലടിക്കും. ഇറച്ചിലടിക്കുമ്പോൾ അത് പ്രശ്നത്തിലെല്ലാം വെള്ളം വരത്തില്ലേ. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇട്ട് ചെയ്യും, മിക്കപ്പോഴും അപ്പുറത്തായിരിക്കും ചെയ്യുന്നത്. ദേ കണ്ടോ ഉണ്ടാക്കിയേക്കുന്ന നല്ല ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഒരു രസമുണ്ട്. ഇച്ചിരി ചോറ് തരുമോ? പിന്നെന്താ എന്നത്താ ഇവര് എല്ലായ്പ്പോഴും വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടത്തേ ഉള്ളൂ. നമുക്ക് ആർക്കും കഴിച്ചു നോക്കാൻ യോഗം കിട്ടിയിട്ടില്ല അല്ലേ? ബിരിയാണി പണിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം, ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി. കല്യാണ പരിപാടികൾക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് ബിരിയാണി പണിയല്ല. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പാചകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇതാണ് ഇന്ന് ഇവരുടെ യൂട്യൂബിൽ കയറിയ കറി, അതായത് പാവയ്ക്ക പുളിശ്ശേരി, അതായത് പാവയ്ക്ക മോരുകറി. പാവയ്ക്കായ്ക്ക് നല്ല കയ്പ്പാണ്. അത് ആ കയ്പ്പ് എങ്ങനെ മാറ്റിക്കൊണ്ട് ഒരു പുളിപ്പും അല്ലേ? ഒരു ഇതിനകത്ത് ഇപ്പം തൈരിന് ഒരു പുളിയുമുണ്ട്, പാവയ്ക്കായ്ക്ക് ഒരു കയ്പ്പുണ്ട്. അതൊരു കോമ്പിനേഷൻ അല്ലേ? ഓക്കെ, ആ കോമ്പിനേഷനാണ് സെറ്റ് ചെയ്യുന്നത്. ഇവര് ഇതുവരെയും വെച്ച് നമുക്ക് യൂട്യൂബിൽ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്യൂ എന്നേ പറയാറുള്ളൂ. ഇത് ഞാൻ ചെയ്യുമല്ല, ഞാൻ ട്രൈ ചെയ്യുകയാണ്. ഇത് ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മുടെ മീനച്ചാർ, ഇത് നമ്മളിപ്പോൾ വിൽക്കാനായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ആണല്ലേ? കുറച്ച് വെച്ചാൽ മതി, കുറച്ച് വെച്ചാൽ മതി. തൊട്ട് നോക്കിക്ക്, ആത്മാർത്ഥമായിട്ട് പറയണം. ഓ, വായിൽ വെച്ചപ്പോൾ തന്നെ കറണ്ടപ്പോൾ തന്നെ വെള്ളം വേണം. ഇത് ചൂരയാ? കേര. ആ തന്നെ. ആ കൊള്ളാം. ഞാൻ ഒറ്റ മിനിറ്റേ, ഞാനിതൊന്ന് കൂട്ടി നോക്കോട്ടെ. എവിടെ ചെന്നാലും ചോറ് മേടിച്ച് തീറ്റയോ. അതെന്താ സന്തോഷമേ ഉള്ളൂ. സ്നേഹം കൊണ്ട് ഇങ്ങനെ തരരുത്, ഞാൻ അല്ലേ തന്നെ വളർന്നു പോകും. അല്ല, ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് മേടിച്ചിട്ടുള്ള ഈ മാങ്ങാച്ചാറും മീനച്ചാറും ഒക്കെ. ഇത് കൊള്ളാം കേട്ടോ. അതായത് ആ പുളിശ്ശേരിയുടെ പുളി അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പാവയ്ക്ക കടിക്കുമ്പോൾ മാത്രമേ പാവയ്ക്കയുടെ കയ്പ് വരുന്നുള്ളൂ. ആ കറിക്കകത്ത് പാവയ്ക്കയുടെ കയ്പ് വരുന്നില്ല. അത് പാവയ്ക്ക ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ, ഒരു പക്ഷേ നമ്മുടെ നിങ്ങളുടെ പ്രേക്ഷകരൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നെങ്കിൽ പാവയ്ക്ക ഉപ്പിട്ട് നല്ലപോലെ ഞരടിയതിന് ശേഷം ഞെക്കി പിഴിഞ്ഞ് ആ കയ്പ് കുറയ്ക്കാൻ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും വ്യത്യസ്തമായ രീതിയിൽ ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമുക്കൊരു 3-4 പേർക്ക് ചെയ്യാം. ആ രീതിയിലൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതെ അതെ. ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒറ്റ മിനിറ്റ് ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്ത് പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്, അത് നിർത്താൻ പറ്റുന്നില്ല. കാര്യം പണ്ട് കാലത്തെ കറികളൊക്കെയാ ഇവരെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം പണ്ടത്തെ കറികളൊക്കെ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങള്, അവരുടെ എക്സ്പീരിയൻസിൽ കൂടെ വന്ന കുറെ കാര്യങ്ങള്, അതൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാകുന്നത്. വെറുതെ അല്ല മോഹൻലാൽ ഫോളോ ചെയ്യുന്നേ. കൊള്ളാം, നല്ല ഫുഡാണ്. വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കുന്ന, ഞാൻ ചോറ് ചോദിക്കുന്ന പോലും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെ ഫുഡ് വില്ലേജ് സ്പൈസസിന്റെ ഫുഡൊക്കെ. സ്പൈസസ് ഉണ്ട്, വില്ലേജ് ആണ്, നാട്ടുമ്പുറമാണ്. ഞാൻ അതുകൊണ്ട് തനി നാടനാ. മറ്റേ അല്ല, ഞാൻ എക്സ്പ്രഷൻ പറഞ്ഞു തനി നാടനാ, അതായത് ലോക്കലാണെന്ന്. നല്ല രസമുണ്ട്, നല്ല ഫുഡാണ്. ഇന്ന് ആരും ഇത് ഉണ്ടാക്കിയത്? രണ്ടുപേരും കൂടെ. ഞാൻ എല്ലാത്തിനും കൂട്ടുകട്ടയ്ക്ക് നിന്ന്. എന്താണെങ്കിലും ചേട്ടാ, നമുക്ക് ഭയങ്കര സന്തോഷം. അതിപ്പോൾ പറഞ്ഞ പോലെ അദ്ദേഹം കഴിച്ചോ ഇല്ലയോ, മോഹൻലാൽ കഴിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഫുഡ് വെച്ച് കൊടുക്കാൻ, ഈ കൈപ്പുണ്യം അദ്ദേഹത്തിന് എത്താൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമല്ലോ അല്ലേ? അപ്പൊ ഇത്രയും ഞങ്ങൾ ഈയിടെ പറഞ്ഞേ ലാലേട്ടൻ പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇച്ചിരി അച്ചാറും മീനച്ചാറും ബീഫ് അച്ചാറും എല്ലാം കൂടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കേട്ടുകേൾവിയാണ്, ശരിക്കും എനിക്കറിയില്ല. മോഹൻലാലിന് ഏറ്റവും ഫേവറേറ്റ് ബീഫ് ഫ്രൈ ആണെന്നാണ് എന്റെ കേട്ടുകേൾവി. ഇതല്ലെങ്കിൽ എന്നെ അത് നല്ല സൂപ്പറായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടേക്കുന്ന വീഡിയോ ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ വിട്ടൊരു കളിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ബീഫ് ഫ്രൈഡ് ആരാധകർ. അല്ല, അന്ന് നമ്മളെ വിളിക്കുവാനും നമുക്ക് കൊടുക്കാൻ സന്തോഷമുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ഒരാളെ ഇങ്ങനെ മോഹൻലാൽ സാറ് ലാലേട്ടൻ ഞങ്ങളെ
ഫോളോ ചെയ്യുന്നു പറഞ്ഞാൽ നമുക്കൊരു വലിയ എന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. ഏതായാലും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് എന്നാണെങ്കിലും നമുക്ക് വരാനുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേ ചേരും. അത് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി. അങ്ങനെ നല്ലത് വരുന്ന ഒരു സമയത്താണ് ഇത് വന്നത്. ഇപ്പം പണിയില്ലാണ്ട് കുറേ നാൾ ഇരുന്ന് കാണും. അതായത് ലോക്ക്ഡൌൺ ഒക്കെ സമയത്ത് എനിക്ക് തോന്നി പായിപ്പാടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, കൊറോണയുടെ ഒക്കെ സമയത്ത്. സത്യമായിട്ട് അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്ന ഒരു സമയമായിരുന്നു. നമ്മളെപ്പോലെ തന്നെ അറിയാറുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടിയ കാലത്താണ് ഏതായാലും തമ്പുരാന് അറിഞ്ഞ് നമ്മളെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരുടെ സഹായം കൊണ്ടാണ് ഇവിടം വരേക്ക്. അല്ലെങ്കിൽ ഞാനിപ്പോഴും അവിടെ തന്നെ ഒതുങ്ങി. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ, അതാണ് വരാനുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കുക എന്തോ ഒന്ന് നമ്മൾ മാത്രമേ ഉള്ളതെന്നല്ല, ഇതുപോലെ വരാനുള്ളത് ഒരു നല്ലൊരു ഹാപ്പിനെസ് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വന്നത്. വില്ലേജ് സ്പൈസസ് ഒഫീഷ്യൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണുക. ഒരു ചമ്മന്തിയെങ്കിലും അരയ്ക്കാൻ പഠിക്കും. എന്നോട് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം. ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൊടുത്തവരൊക്കെ ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. അപ്പോൾ താങ്ക് യു.